ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രൊമോ പോലത്തെ ഒരു സാധനം ഇപ്പൊ വന്നു. പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട്. ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ രണ്ടെണ്ണമാണോ? ബിഗ് ബോസും സ്മോൾ ബോസും ഉണ്ടോ? ഈ രണ്ട് വീട് കൺസെപ്റ്റ് എന്താ? സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് ആണോ? എന്താണ് സംഭവം? ഒരു റാപ്പ് സോങ് മാതിരിയത്തെ ഒരു സാധനമാണ് ഇപ്പൊ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട സാധനത്തിന്റെ കണ്ടിന്യൂഷൻ, ലാലേട്ടൻ്റെ ഒരു സാധനം വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടാമത്തെ ദിവസം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നെക്സ്റ്റ് സാധനം വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് സാധനം പറയാനുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രൊമോക്കകത്ത് നിന്ന് എന്തെങ്കിലും കാര്യം നമുക്ക് മനസ്സിലാവുന്ന മൊത്തത്തിൽ പണിയാണ്, അടിമുടി പണിയാണ് വരുന്നത്. എന്താണ് ഇതിന്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പ്രൊമോ പറയാം. പ്രൊമോയ്ക്കകത്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ ആ ഫസ്റ്റ് സാധനം എന്താണോ, ആ ഒരു ഇൻട്രോ എന്താണോ, ആ ഫാക്ടറിയിൽ നിന്നിട്ടുള്ള കുറേ സീൻസും ലാലേട്ടൻ്റെ കുറേ മൂവിയിലെ കുറേ സ്റ്റില്ലുകളും ഇതൊക്കെ വെച്ചിട്ട് ഒരു റാപ്പ് സോങ് മാതിരിയാണ് എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. പണി വരുന്നുണ്ട്, കംപ്ലീറ്റ് പണിയാണ്. ലക്ഷറി ബഡ്ജറ്റിൽ പണിയാണ്, ക്യാപ്റ്റൻസി ടാസ്കിൽ പണി വരുന്നുണ്ട്, ജയിലിൽ പണി വരുന്നുണ്ട്, മൊത്തത്തിൽ പണിയാണ്. പാലിൽ വെള്ളത്തിൽ പണിയുണ്ട്, മോരും വെള്ളത്തിൽ പണിയുണ്ട്, ഇടത്തുനിന്ന് പണി, വലത്തുനിന്ന് പണി, മേലെന്ന് പണി, താഴെന്ന് പണി, ലാലേട്ടനെ പോലെ ചരിഞ്ഞുള്ള പണി, മേലെന്നും കീഴെന്നും ഒക്കെ പണിയാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ പ്രൊമോ കണ്ടിട്ട് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം എപ്പോഴും ബിഗ് ബോസിന്റെ ഓവർ ഹൈപ്പ് ചില സമയം നമുക്ക് പണിയായി മാറും. സീസൺ 5 നമ്മളത് ഉദാഹരണമായിട്ട് കണ്ടാണ്. ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽസ്, തീ പാറും, അവസാനം നമ്മുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി വല്ലതും കളിക്കണേ എന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് അതേമാതിരി ആവാതിരുന്നാൽ മതി. ഇതിപ്പോൾ ഓവർ ഹൈപ്പിലോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് സീസൺ 6 നടന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, അധികം അവർ ഹൈപ്പ് കൊടുത്തില്ല. ഷോ തുടങ്ങുന്നതിന് 10 ദിവസം മുന്നേ എന്തോ ആണ് നമ്മുടെ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ടാഗ് ലൈൻ പോലും വന്നത്. ഇനി പണി വരുന്നുണ്ടേ എന്നുള്ളത് ടാഗ് ലൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാഗ് ലൈൻ ആണെന്ന് എനിക്ക് തോന്നണില്ല. മേ ബി ആയിരിക്കും, ചിലപ്പോൾ ആവാം കേട്ടോ, പക്ഷെ എനിക്ക് തോന്നണില്ല അത് ടാഗ് ലൈൻ ആയിരിക്കും. കാരണം ടാഗ് ലൈൻ റിവീൽ ചെയ്യണമെങ്കിൽ ഒരു സാധനമുണ്ട്. മീൻസ് ലാലേട്ടൻ്റെ ഒരു ഗംഭീര പ്രൊമോ, ഒരു 1 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു സിനിമ ട്രെയിലർ പോലത്തെ ഒരു എന്താ പറയുക, ഒരു പ്രൊമോ വന്ന് അതിൻ്റെ എൻഡിങ്ങിലായിരിക്കും ഈ പറയുന്ന സാധനം വരുന്നത്. അപ്പം അതെന്തായാലും ടാഗ് ലൈൻ ഈ സാധനം ആയിരിക്കത്തില്ല. ഇനി ഇതാണ് പ്രൊമോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല, നമുക്ക് നോക്കാം. ഇനിയും വരാനുണ്ട്, കുറേ സാധനങ്ങൾ വരാനുണ്ടെന്ന് പറയുന്നു, മാറ്റിവെക്കാം. ഇനി കുറച്ച് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളാണ്. ഇത്തവണ ബിഗ് ബോസ് വീട് 2 എണ്ണം ഉണ്ടാകുമോ? 2 ബിഗ് ബോസ് വീടോ? കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയില്ല. എൻ്റെ തമിഴ് വീഡിയോസ്, തമിഴ് റിവ്യൂസ്, തമിഴ് ബിഗ് ബോസ് സീസൺ 7 കണ്ട എത്ര ഓഡിയൻസ് ഉണ്ട് അവർക്ക് അറിയാമായിരിക്കും എന്താണ് 2 ഹൗസ് കൺസെപ്റ്റ് എന്ന്. ഒരു പക്ഷേ 2 ഹൗസ് കൺസെപ്റ്റ് വന്നേക്കാം. കാരണം ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ, ഇനിയും കുറേ പ്രൊമോസിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രൊമോയിൽ ലാലേട്ടൻ ഡബിൾ റോളിലാണുള്ളത്. ഡബിൾ റോളിൽ പല ബിഗ് ബോസിൻ്റെ പ്രൊമോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 4 റോളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 സീസൺ തുടങ്ങിയതിന് ശേഷമൊക്കെ ഉള്ളത്. അപ്പോൾ 2 ലാലേട്ടൻ ഡബിൾ റോളിൽ നിൽക്കുന്ന ഒരു പ്രൊമോ വരുന്നുണ്ട്. ഇതേ സെയിം സാധനം തമിഴ് ബിഗ് ബോസിലുണ്ട് സീസൺ 7. അത് എന്തിനെ സൂചിപ്പിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണ 1 അല്ല 2 ബിഗ് ബോസ് വീട് എന്നുള്ള സാധനം ഇതാണ്, വേറെ ഒന്നുമല്ല. ആ പ്രൊമോ, തമിഴിൽ ആ പ്രൊമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസൻ ആണല്ലോ. ഒരു കമൽഹാസൻ ഇങ്ങനെ ഭയങ്കര ഗെറ്റപ്പ് റെഡിയാവുന്നു, മറ്റേ കമൽഹാസൻ ഇത്തവണ എത്ര കിച്ചൺ, എത്ര കൺഫഷൻ, എത്ര കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഒരാൾ റിപ്ലൈ കൊടുക്കുന്നു, ഒരാൾ ചോദിക്കുന്നു, അങ്ങനെ 2 എണ്ണം. ഒരാൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കും, ഒരാൾ ഭയങ്കര നോർമൽ ലുക്കും, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ മലയാളത്തിലും ഇനി അതാണോ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ആ സാധനം വന്നേക്കാം. ഇനി എന്താണ് ഈ 2 ഹൗസ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ അതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനത്തിന് ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് 2 ലാലേട്ടനുള്ളത് കൊണ്ട് ഒരു ഡൗട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ 2 വീട് കൺസെപ്റ്റ് വന്നേക്കും. ഇനി 2 വീട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരൊറ്റ ബിഗ് ബോസ് വീട് തന്നെയാണ്. അതിനെ നടുക്കോട്ട് വെച്ചിട്ട് ഒരു വീട്ടിൽ മാത്രം കിച്ചൺ, നടുക്ക് ഒരു എന്താ പറയുക, ഒരു മതിൽ പോലെ ഒരു സാധനമുണ്ട്. ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പുറത്തോട്ടോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടോ പോകാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് പോകാൻ പറ്റത്തില്ല, ചാടാനേ പറ്റത്തുള്ളൂ. പുറത്തുനിന്ന് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. 2 വീട് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് മാത്രമേ എൻട്രൻസ് ഉള്ളൂ, അകത്തുനിന്നില്ല. ഒരു വീട് മാത്രമാണ് കിച്ചൺ. പകുതി ആൾക്കാർ ബിഗ് ബോസിലും പകുതി ആൾക്കാർ സ്മോൾ ബോസിലും ആയിരിക്കും. ഈ സ്മോൾ ബോസിലാണ് കിച്ചൺ ഉള്ളത്. തുടക്കത്തിലെ നോമിനേഷൻസും ടാസ്കും ഒക്കെ ഈ
സ്മോൾ ബോസിൽ പെടുന്നവരുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. കാരണം അവർക്ക് ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, അവർ ബാത്റൂം മൊത്തം കഴിവേണ്ടി വരും, അതുപോലെ തന്നെ ഫുഡ് മൊത്തം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ബിഗ് ബോസിലെ ആൾക്കാർ മൊത്തം രാജാക്കന്മാരാണ്. പവർ റൂം പോലെ അല്ല, അതിനേക്കാളും രസമാണ്, പവർ റൂമിനെക്കാളും രസമാണ് ഈ 2 ഹൗസ് കൺസെപ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പവർ റൂം 4 എണ്ണം ആകുമ്പോൾ 4 വഴിക്ക് 4 ടീമാണ്, ഇതങ്ങനല്ല, 2 എണ്ണമാണ്. ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് അപ്പുറത്തവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് ഇപ്പുറത്തവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇപ്പുറത്തുള്ളവർക്ക് ഒരാളെ രക്ഷിക്കാം, ഒരാളെ ഡയറക്റ്റ് പിടിച്ചിടാം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. സീസൺ 6 മാതിരി ഇല്ല, മലയാളത്തിലെ സീസൺ 6 മാതിരിയേ അല്ല. അപ്പോൾ അതാണ് 2 ഹൗസ് കൺസെപ്റ്റ്. നല്ല രസമാണ്. ആദ്യത്തെ 50 ദിവസം കാണാൻ രസമാണ്. ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് ഒന്നുമേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പോകാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം ഇതാണ് 2 ഹൗസ് കൺസെപ്റ്റ്. ഇനി കേൾക്കുന്ന മറ്റൊരു സാധനമാണ് സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് വരുമെന്ന്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഏതോ ചാനൽസ്, ന്യൂസ് പേപ്പർ ഇന്ത്യ ടുഡേയോ അങ്ങനെ എന്തൊക്കെയോ മാതൃഭൂമിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് ആണ് ഇത്തവണത്തെ തീം. അങ്ങനെ പക്ഷേ അത് നടക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങിയോ എന്ന് തന്നെ സംശയമാണ്. ഇപ്പോൾ ഇന്നാണല്ലോ ലാസ്റ്റ് ഡേറ്റ്, നാളെ മുതൽ കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങുമായിരിക്കാം. ഇനി ഷോ തുടങ്ങാൻ 21 ദിവസമേ ഉള്ളൂ, 20 ദിവസം കൂട്ടും, 20 ദിവസമേ ഇനി ഷോ തുടങ്ങാനുള്ളൂ. ഈ 20 ദിവസം കൊണ്ട് സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം കുറേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പോസ്റ്റ്, കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം നടക്കണമെങ്കിൽ കുറഞ്ഞത് 10 സെലിബ്രിറ്റീസും 10 കോമണേഴ്സും വേണ്ടേ? ഈ 10 കോമണേഴ്സിനെ സെലക്ട് ചെയ്യാൻ 20 ദിവസം കൊണ്ട് നടക്കണ കാര്യമാണോ? അത് ഫസ്റ്റ് ഇൻ്റർവ്യൂ, സെക്കൻഡ് ഇൻ്റർവ്യൂ, ഇവർക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള പെട്ടെന്ന് 5 ദിവസം മുന്നെങ്കിലും പറയണ്ടേ? അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല, എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ഇന്ത്യ ടുഡേയും മാതൃഭൂമി ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് നടക്കാൻ യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. നടക്കുമോ എന്തോ, പക്ഷേ നടക്കാൻ സാധ്യത കാണുന്നില്ല. കാരണം ഇതുവരെ ഒരു കോമണേഴ്സിന് പോലും കോൾ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നടക്കാൻ സാധ്യത കുറവാണ്. 1 or 2 കോമണേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അല്ലല്ലോ ഈ പറയുന്ന 10 പേരെ ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 8 പേരെ ചൂസ് ചെയ്യുന്ന. ഇറ്റ്സ് ടു ടാസ്ക്. ഹിന്ദിയിൽ ഏതോ ഒരു സീസൺ ഉണ്ട് കോമണർ, 11 10 എന്തോ ഉണ്ട്. അതിൻ്റെ ലോഗോ തന്നെ കോമണേഴ്സ് പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സീസൺ, ഒരു വൈറ്റ് കളർ, എനിക്ക് അതാണ് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഹിന്ദിയിൽ ഏതോ ഒരു സീസൺസ് ഉണ്ട്, അത് നല്ല രസമാണ് കാണാൻ. അത് കോമണേഴ്സ് മാത്രമേ ഉള്ളൂ, സെലിബ്രിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതാണ് സംഭവങ്ങൾ. ഇതാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഹെൽ ആൻഡ് ഹെവൻ കൺസെപ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കും. ഹിന്ദി ബിഗ് ബോസ് 7 ഹെൽ ആൻഡ് ഹെവൻ ആയിരുന്നു, അതായത് സ്വർഗവും നരകവും. കന്നഡ ബിഗ് ബോസ് 11 ഇപ്പം തീർന്നതും സ്വർഗവും നരകവുമാണ്. അതും ഇതുപോലെ അതും 2 ഹൗസ് കൺസെപ്റ്റ് തന്നെയാണ്. രണ്ട് ഡിഫറെൻറ്റ് സാധനമാണ്. ഒന്ന് സ്വർഗമായിരിക്കും, അതിനകത്ത് എല്ലാ സൗകര്യമാണ്. മറ്റൊന്നില്ല ജയില് പോലെ, ജയിലിനകത്ത് നമുക്ക് തറയിൽ കിടന്നുറങ്ങണം, വൃത്തിയില്ലാത്ത ബാത്റൂം, അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സാധനമാണ്. പക്ഷെ അത് ഹിന്ദിയിൽ വിജയമായിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. പക്ഷെ കന്നഡയിൽ ഇപ്പോൾ കഴിഞ്ഞിട്ട് അത് വിജയമൊന്നും ആയിരുന്നില്ല. അത് പകുതിക്ക് വെച്ച് എന്തോ ആ കൺസെപ്റ്റേ അവർ മാറ്റിയിട്ട് പിന്നെ സീസൺ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോയി എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഹെൽ ആൻഡ് ഹെവൻ. ഇനി ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും കൺസെപ്റ്റ് വരുമെന്ന് ഞാൻ 2-3 കൺസെപ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഹെൽ ആൻഡ് ഹെവന്, പിന്നെ ബിഗ് ബോസ്, സ്മാൾ ബോസ്, സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ്, ഇത് 3 അവിടെ ഇരുന്നോട്ടെ. ഞാൻ ഒന്ന് പറഞ്ഞ് വെച്ച് വന്നേ ഉള്ളൂ. നമുക്കിനി പ്രൊമോൾ വന്നാൽ മാത്രമേ അറിയാൻ. പണി വരുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മൊത്തത്തിൽ പണി വരണമെങ്കിൽ ഈ ഡബിൾ ഹൗസ് കൺസെപ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പണി വരും. പക്ഷേ അത് കളിക്കാൻ അറിയാമെന്നുള്ള ഈ തമിഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട്, കാരണം ഇത് സിമ്പിൾ ലോജിക്ക് മതിയേ. ഈ 4 ബെഡ്റൂം കൺസെപ്റ്റ് ആയാലും 2 ഹൗസ് കൺസെപ്റ്റ് ആയാലും ഈ ഹെൽ ആൻഡ് ഹെവൻ കൺസെപ്റ്റ് ആയാലും കളിക്കാൻ സിമ്പിൾ ലോജിക്ക് മതി. ഈ സാധനം അറിഞ്ഞുകൊണ്ട് വരുന്നവർക്ക്, തമിഴ് ബിഗ് ബോസും കന്നഡ ബിഗ് ബോസും കണ്ടുകൊണ്ട് വരുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് കൺസെപ്റ്റ് എങ്കിൽ. കാണാതെ പറഞ്ഞ ഒരു പെടും. ഞാൻ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സീസൺ 7 തമിഴൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ സാധനമാണ്, കളിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിനകത്ത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സാധനമുണ്ട്. പക്ഷെ അത് കാണാതെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ ഓഡിയൻസിനോടും പറയുന്നത്, ബിഗ് ബോസിൻ്റെ എല്ലാ ലാംഗ്വേജും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഞാനും കാണത്തൊന്നുമില്ല, ഞാൻ ഹിന്ദിയും തമിഴും മലയാളവും മാത്രമാണ് കാണുന്നത്, വേറെ ഒന്നും കാണാൻ ടൈം കിട്ടലില്ല. എന്നാലും പരമാവധി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഓരോ സീസണെ കുറിച്ച് കാണാൻ നമുക്ക് എക്സ്പീരിയൻസ് ആവും കൂടുതൽ. ഇതിലങ്ങനെ അതിലിങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. കൺഫേംഡ് ലിസ്റ്റൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.